താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഒക്കൽ സീഡ് ഫാമിലെ തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നു. ഫാമിലെ ഒഴിവുകളിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി. ഒക്കൽ സീഡ് ഫാമിലെ തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നു. ഫാമിലെ ഒഴിവുകളിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി. ഡെപ്യൂട്ടി ഡയറക്ടറെ കണ്ടിരുന്നു, ദീപ. അവർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഓർഡറൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ പോയി കാണുന്നത് 2-ാം തീയതിയാണ്. ഇത് 28-ാം തീയതി ഒരു ഓർഡർ ഇട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളങ്ങനെ ഇട്ടിട്ടില്ല, ഞങ്ങൾ നോക്കട്ടെ, സാറ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ 28-ാം തീയതി ഓർഡർ കൊടുത്തു. അവരാണ് ഇതിൻ്റെ മുഴുവൻ പ്രശ്നക്കാരി. ആര്? ഈ ദീപ. ഇവരെയൊക്കെ മുകളിലിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്നത് ഈ ദീപ എന്ന് പറഞ്ഞ ആളാണ്. ഈ 2024 ഇവിടെ നടത്തിയോ മതിയല്ലോ. 2024 ഈ എംപ്ലോയിനെ നിർത്താല്ലേ, ഇതെല്ലാം നടക്കേണ്ടത്. ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇത്രയും പേരെ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നേതാക്കന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ വലിയ പ്രശ്നത്തേക്ക് പോയ ലോൺ സിറ്റുവേഷൻ വരും. അപ്പോൾ ഇയാൾ വരേണ്ടവരും ഇവിടെ ഈ അഗ്രികൾച്ചർ എത്രയോ ഭംഗിയായി പോയ പിന്നെ അത് മാത്രല്ല, അവരിങ്ങോട്ടേക്ക് വരേണ്ട ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ ഫാമിൽ എന്ത് നടന്നാലും അവർ വരേണ്ടതല്ലേ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെയാണ് ഈ നിയമനം ഇവിടെ നടന്നത്. ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ പോലീസ് ഉദ്യോഗസ്ഥർ ഫാം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഫാമിലെ തൊഴിലാളി ഒഴിവുകളിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പ്രാദേശിക ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതിനു പകരം നേര്യമംഗലം ഫാമിൽ നിന്നുള്ള തൊഴിലാളിയെ നിയമിക്കാൻ അധികൃതർ നീക്കം നടത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഈ നടപടി നിയമവിരുദ്ധമാണെന്നും അർഹരായ ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുന്നതാണെന്നും സമരസമിതി ആരോപിച്ചു. വിഷയത്തിൽ പരിഹാരം കാണുന്നതിനായി പെരുമ്പാവൂർ SI റാഫിക്, ഫാം സൂപ്രണ്ട് എന്നിവർ സമരക്കാരുമായി സംസാരിച്ചു. ജില്ലാ അഗ്രികൾച്ചറൽ ഓഫീസർ ജോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ എന്നിവർ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചതായി സൂപ്രണ്ട്, SI റാഫിക് എന്നിവർ അറിയിച്ചു. എല്ലാ യൂണിയന്റെ പ്രതിനിധികളും കൂടി നമ്മൾ ഒരു 7:15 ആയപ്പോഴേക്ക് ഇവിടെ എത്തുകയും അതോടനുബന്ധിച്ച് 8:30 വരെ നമ്മളിവിടെ നിന്നിട്ട് ആ ലേഡി ഇവിടെ വന്നത് 10 മണി ആയപ്പോഴാണ് ഇവിടെ എത്തുകയും ആ ഒരു സാഹചര്യത്തിൽ പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തുകയും നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രിൻസിപ്പൽ ഓഫീസറും ഇവിടെ എത്താമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് വന്നതിന് ശേഷം ഇവിടുത്തെ ഓഫീസറുമായി സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം അവർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അവരിവിടുത്തെ നമ്മുടെ എറണാകുളം അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ ഓഫീസറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ ഓഫീസറും കൂടി ഈ നമ്മുടെ ഫാമിൽ വന്ന് ഇവിടുത്തെ സമരസമിതിയുമായി സംസാരിച്ച് ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രക്ഷോഭത്തിലേക്ക്, വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാതെ പോലീസിൻ്റെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ സമരത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങൾ വേറെ കാര്യങ്ങൾക്കൊന്നും പോകാതെ ഞങ്ങൾ നിർത്തിയേക്കാണ്. പോലീസിനെയും ഇവിടുത്തെ ഓഫീസറെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നാളെ ഈ രീതിയിലൊരു തീരുമാനം ഒരു കാരണവശാലും ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ള ഒരു അനധികൃത നിയമനത്തിന് ഈ ഒക്കൽ പഞ്ചായത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതൃത്വത്തിലാണ് ഈ സംയുക്ത സമരസമിതി ഇവിടെ ഈ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന്, അതും ഈ പ്രദേശത്തുള്ള പെരുമ്പാവൂർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പരിധിയിലുള്ള ഈ ഫാമിന് പരിധിയിലുള്ള 8 കിലോമീറ്ററിന് പരിധിയിലുള്ള ആളുകളെ നിയമിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ആ തീരുമാനത്തിൽ വ്യതിചലിച്ചുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സമരസമിതി സമ്മതിക്കില്ല. ഇത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ വികാരമാണ്. നാട്ടിലെ ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്നും ഇവിടുത്തെ ഈ സീഡ് ഫാമിൽ, ഒക്കൽ സീഡ് ഫാമിൽ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഇവിടെ പോലീസ് എത്തുകയും ഇവിടുത്തെ കൃഷി ഓഫീസറുമായിട്ട് പോലീസ് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് സംസാരിച്ച് അവർ രണ്ടുപേരും ഈ ഒക്കൽ സീഡ് ഫാമിൽ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്തി അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള തീരുമാനങ്ങൾ സമരസമിതി എടുക്കുക. ഒരു കാരണവശാലും ഈ പ്രദേശത്തുള്ളവർക്ക് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും
ഇവിടെ സമരപരിപാടികളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷം ആ ചേച്ചി ഇവിടെ എത്തുകയും എന്തായാലും ജോലി പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ചേച്ചിക്ക്. നമ്മുടെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ജോലി കിട്ടാതെ നേര്യമംഗലത്ത് നിന്ന് ആളുകൾ വന്ന് ഇവിടെ ജോലി ചെയ്യാൻ നമ്മളൊരു കാരണവശാലും സമ്മതിക്കില്ല. അതിൻ്റേതായ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ കൃഷി ഓഫീസറും ജില്ലാ പ്രസിഡൻറ്റും എല്ലാവരും കൂടി തീരുമാനമെടുക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു തീരുമാനമല്ല എങ്കിൽ ഇതിലും വലിയ സമരമുറകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫാം സൂപ്രണ്ടും SI അറിയിച്ചിട്ടുള്ളത്